എന്താണ്? ആ ബില്ല്. ഇക്ക ഇക്ക ഇങ്ങോട്ട് വാ. നോക്ക് ബില്ല് നോക്ക്. എന്ത് ബില്ല്? കറണ്ട് ബില്ല്. ആ കറണ്ട് ബില്ല് വന്നോ? ഞെട്ടിയാ? ഇല്ല. എത്ര റുപ്യാണ്? 3240. എന്നിട്ട് ഞെട്ടിയില്ല? നിങ്ങക്ക് ഞെട്ടേണ്ട ആവശ്യമില്ലല്ലോ. എന്റെ വാപ്പ അവിടെ ഉണ്ടാക്കി ഇട്ടിക്കല്ലേ. എന്റെ വാപ്പ ഉണ്ടാക്കിയോണ്ടൊന്നല്ലടി കഴിഞ്ഞ ഞാൻ അസലായിട്ട് അധ്വാനിച്ചിട്ട് തന്നെ ഞാൻ കഞ്ഞി കുടിച്ച് കഴിയണത്. ഞങ്ങള് കൊണ്ടുപോയിട്ട് അടക്ക്. ഈയല്ലേ കറണ്ട് ബില്ല് അടക്കല്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 1000 റുപ്യ താഴെയല്ലേ എപ്പോഴും ഇവിടെ ബില്ല് വരണല്ലേ? അതിന് ഇതിപ്പോ കൂടിയത് ഇപ്പൊ ഞാൻ വീഡിയോയിലേക്ക് നേരം വെളുക്കുമ്പോ പോകില്ലേ. ഈയല്ലേ ഇവിടെ കറണ്ടൊക്കെ ഉപയോഗിക്കലേ. അത് കൺട്രോൾ ചെയ്യണോ? ആര് കൺട്രോൾ ചെയ്യണോ? ആരാണ് കൺട്രോൾ ചെയ്യണ്ടേ? ഇവിടെ കറണ്ട് ഉപയോഗിക്കണവരല്ലേ കൺട്രോൾ ചെയ്യാ. അല്ല ഞാൻ പീഡിയയിൽ ഇരുന്നിട്ട് ഇവിടുത്തെ സ്വിച്ച് ഇടുവോ? ഓ എന്റെ അങ്ങക്ക് ഇതാണ് ഒരു ബോധവും ബുദ്ധി ഇല്ലാന്ന് പറയണേ. ഇവിടെ ഇപ്പൊ നമ്മള് മാത്രാണുള്ളത്. പിന്നെ ആരപ്പ ഇവിടെ ഉള്ളത്? ഓരൊക്കെ ഇവിടെ ഇല്ലേ? ഇല്ലേ? ഓരൊക്കെ ഉപയോഗിക്കണ കറണ്ടാണ്. ഇത് പറഞ്ഞാലും ഇഷ്ടപ്പെടൂല നിങ്ങക്ക്. ഇഷ്ടപ്പെടണ്ട. പകുതി അവരോട് തരാൻ പറയാം. പകുതിയാ? അവരവിടെ ഉണ്ട് പകുതി അവരുടെ വാങ്ങിക്കോളാന്നേ. അങ്ങനെ പകുതിയല്ല. പിന്നെ പകുതി അല്ലാണ്ട് നിങ്ങൾ ഈ 10ാം ക്ലാസ്സിൽ റേഷ്യോ ഒന്നും പഠിച്ചിട്ടില്ല? റഷ്യ അല്ല, റേഷ്യോ, അനുപാതോ. അത് പഠിച്ചിട്ട് ഇപ്പൊ ഇജ്ജിന്റെ കൂടെ കയ്യോ? എന്നാ പിന്നെ ഞാൻ രക്ഷപ്പെട്ടേനെ. നിങ്ങൾ കേട്ടോളി. അനുപാതം അനുസരിച്ചിട്ട് മൊത്തം ഇവിടെ എത്ര ആളുണ്ട്? എവിടെ? ഇവിടെ 3, അവിടെ 5. അവരടുത്ത വിട്. നമ്മള് 3 പേര്. അങ്ങനെ കറണ്ട് മുഴുവനായിട്ട് ഉപയോഗിക്കണത് മൊത്തം 8 ആയിക്കോട്ടെ. 3, 5, 8. അതില് 3 ആളുടെ കറണ്ടിന്റെ പൈസ നമ്മള് കൊടുക്കേണ്ട കാര്യമുള്ളൂ. ഇല്ലേ? എന്ത് കണക്കപ്പിച്ച് പറയണേ? അതായത് ഈ 3240 റുപ്യല്ലേ, അതിനെ 8 കൊണ്ട് അരിക്കുക, എന്നിട്ട് 5 കൊണ്ട് ഗുണിക്കുക. ആ പൈസ ഒരു തരണം. എത്രയാണ്? നോക്കങ്ങട്ട് കാൽക്കുലേറ്റർ എടുക്ക്. കണക്കും അറിയില്ല വെറുതെ. കണക്കാണ് കേമത്തി. എന്താണ്? എത്രയാണ്? 3240. 3240 ഹരിക്കണം 8. എത്രയാണ്? 405 ഇൻറ്റു 5. ഇൻറ്റു 5 വേണം. പിന്നെ 5 ആളില്ലേ ഒരു? ഇൻറ്റു 5 എത്രയാണ്? 2025. അതോ ഒരു തരണോ? എന്ത് മര്യാദ ഇടിച്ച് പറയണേ? എന്ത് കണക്കജ്ജ് പറയണേ? നിങ്ങക്ക് മനസ്സിലാവില്ല. ഇതാണ് റേഷ്യോന്ന്. എന്ത് റേഷ്യോ? റേഷ്യോ പറഞ്ഞാൽ അത് ആകെ ഉള്ളത് 3240 ആണ്. അതിലിപ്പോ 2025 ഒരു തരണം എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് കണക്ക് മനസ്സിലാവാൻ അത് എങ്ങനെ ഇപ്പൊ ഇത് കണക്ക് കണ്ടെത്തിയത്? എന്റെ ഇത് റേഷ്യോ മനസ്സിലായില്ല. മനസ്സിലാവണ ഭാഷയിൽ ഞാൻ പറയാം. നമ്മളിവിടെ ദോശ ഉണ്ടാക്കാറുണ്ടല്ലോ, ഇല്ലേ? നമ്മള് 3 ആളാണ് ഇവിടെ ഉള്ളത്. ഓനൊരു 5 ദോശ കഴിക്കും. എന്റെ കുട്ടിയായ കാരണം കഴിക്കും. നിങ്ങളൊരു 4 ദോശ കഴിക്കും. 2 മതി. 2 മതി. ഇനി മുതൽ 2 ദോശ ഉള്ളു. എന്നാ 4 കഴിക്കും നോക്ക. എന്നിട്ട് 5, 4, 9 ആയില്ലേ? ഞാൻ ഒരു 2 ദോശ 11 ദോശയായ മൊത്തം 11 ആയില്ലേ? 11 ഇപ്പൊ ഈ കറണ്ട് ബില്ലിന് ഞാൻ പറയണേക്ക്. 11. മോൻ ഇവിടെ ഇല്ലെങ്കിൽ 5 ദോശ നമുക്ക് ലാഭം കിട്ടിയോ? അതുപോലെ തന്നെയാണ് ഈ കറണ്ട് മുഴുവനായിട്ട് ഉപയോഗിച്ചതിന്റെ 3 ആൾക്കാരുടെ കറണ്ടാണ് നമ്മൾ ഉപയോഗിച്ചത്. ഓരും കൂടി വന്നപ്പോഴാണ് ഇത് ഇത്രയായത്. അതുകൊണ്ട് ഓര് തരണം. അതാണ് റേഷ്യോ. അവർക്ക് ഇപ്പൊ എത്ര ദോശ കണക്കാക്കണ? ദോശയില്ല, കറണ്ട്. 5 ആളുടെ കറണ്ട് 2025 ഉറുപ്പിയുടെ ദോശ അല്ല മറ്റേ കറണ്ട് ഇപ്പൊ അവര് ഉപയോഗിച്ചോന്നാ ഈ പറഞ്ഞു. അതന്നെ. അത് ഓരോട് പോയി തരാൻ പറയ്. എന്ത് കണക്കാടി? എന്റെ വല്ലാത്തൊരു കണക്ക് തന്നെയാണ് എന്റെ രജിസ്റ്റർ. റേഷൻ മേടിക്കാൻ കഴിയില്ലാണ്ട് എടുക്കാണ്. അതിന്റെ ഇടയിൽ എന്റെ രജിസ്റ്റർ പറയണത്. എന്താ രണ്ടാളും തമ്മിലൊരു സൗന്ദര്യ പണക്കം? സൗന്ദര്യ പണക്കൊന്നും ഉണ്ടല്ല, ശരിക്കുള്ള പണക്കം തന്നെ. ബില്ല് വന്ന് അപ്പൊ ഞാൻ പറയായിരുന്നു 3240 ഉറുപ്പ്യ വന്നേക്കണതേ. 3200 അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അതിന് ഞാനും പറയാം. അങ്ങനെ വന്ന് അവിടെ തേപ്പൊട്ടിക്കില്ലേ? തേപ്പൊട്ടി ഉണ്ടോ അവിടെ? ഉണ്ട്. അതിന് ഭയങ്കര കറണ്ട് ആവൂ.
അതിന് അവിടുത്തെ കറണ്ടിന്റെ കറണ്ടല്ല അവിടെ മറ്റേ ഇതാണ് ഈ ചിരട്ട ഇട്ടിട്ട് ചേരട്ടക്കാരി കൊണ്ട് കത്തിക്കണത് പോയിട്ടാണ് അതിനെന്തിനാണ് അല്ല കറണ്ട് പിന്നെ ലൈറ്റ് ഫാനൊക്കെ ഉണ്ടല്ലോ അല്ലേ? ലൈറ്റ് 2 ബൾബ് ഇവിടെ ഉണ്ട്, പിന്നെ ഒരു ഫാന്, പിന്നെ അടുക്കളയിൽ ഒരു ബൾബ്, അതല്ലേ ഉള്ളൂ. അതാണ് എപ്പോഴും കത്തിച്ചിടുമ്പോഴേ അങ്ങനെ കൂടൂ. അതാണ് ഈ ഒരു ഫാനിന്റെ ചോട്ടിൽ ഞങ്ങൾ 5 പേരും 5 ആൾക്ക് 5 ഫാൻ ഉണ്ടോ? നിന്റെ വീടിന്റെ ഉള്ളിലോ? എന്നാ പറഞ്ഞത് ഒരു ഫാനിന്റെ ചോട്ടിലാണ്. അല്ല വാസട്ട, ഞാൻ പറയായിരുന്നേ മൂപ്പർക്ക് കണക്കൊന്നും അറിയില്ലല്ലോ. പക്ഷെ നമ്മള് പഠിച്ച ആൾക്കാരല്ലേ, റേഷ്യോ നിങ്ങൾക്ക് അറിയാലല്ലേ. അതാണ് നമ്മൾ 8 ആളുള്ള ഒരു സ്ഥലത്ത് 3240 രൂപ ബില്ല് വന്ന് നമ്മൾ എന്ത് ചെയ്യൂ? 3 ആളുടെ ബില്ല് നമ്മൾ അടയ്ക്കൂ, 5 ആളുടെ ബില്ല് നിങ്ങൾ തരൂ. അങ്ങനെയല്ലേ അല്ലേ? അതെ അതെ, അത് ശരിയാണ്. അതാണ് അത് നീ പറഞ്ഞത് ശരിയാ. 5 ആളുടെ ഞാൻ തരണം. അതെ, 5 ആളുടെ ബില്ല് നിങ്ങൾ കൊടുക്കണെങ്കിൽ അടക്കായിരുന്നു. 5 ആളുടെ ബില്ല് എത്ര വെച്ചുണ്ടോ? 2005 ഇപ്പൊ തരണെന്നാ പറയണത്. എത്രയാണ്? 2025. 2025 റുപ്യ. അത് കണക്ക് പ്രകാരം 2025 റുപ്യ ഞാൻ തരണം. അത് ഞാൻ തരാം കേട്ടോളെ. അപ്പൊ എപ്പോഴും അടയ്ക്കാൻ പോണിച്ചാ പറഞ്ഞാൽ മതി. അപ്പൊ കുഴപ്പമില്ലല്ലോ, കണക്ക് ശരിയായില്ലേ? അത് ഞാൻ തരണം, അത് ഞാൻ തരണം. അതാണ് കണക്കങ്ങനെ. എന്ത് പൊട്ടനായിരിക്കും. 2025 റുപ്യ അവനും തരും. ഓ, ഇത് എന്നാലും ഇത് വല്ലാത്തൊരു കണക്കന്നെ എന്റെ ഏട്ടാ രഹസ്യം. ഇത് ദഹിച്ചു പോകും തോന്നിയില്ല. ജീവിക്കണമെങ്കിൽ കണക്ക് വേണം. നിങ്ങൾക്ക് കണക്കും ഇല്ല പറയുന്നില്ല.